ഞാന് വിശ്വാസിയെ ആദരിക്കുന്ന, അവർക്ക് അങ്ങനെ വിശ്വസിക്കാൻ എല്ലാ അവകാശം ഉണ്ടെന്നും വിശ്വസിക്കുന്ന, ആ വിശ്വാസം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവരുടെ ആത്മവിശ്വാസം വളർത്തുന്നതിനും അവർക്ക് തീർച്ചയായിട്ടും നല്ല മനുഷ്യനായി ജീവിക്കുന്നതിനും സഹായമാകുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിച്ച് മുമ്പോട്ട് പോകണമെന്ന് പറയുന്ന ആളാണ്. അപ്പൊ എനിക്ക് എല്ലാ മതത്തിലുമുള്ള ഏറ്റവും നല്ല സുഹൃത്തുക്കളുണ്ട്. അയാളെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ എളുപ്പം ആവുകയും സമൂഹത്തിന് അയാൾ ഒരു ലയബിലിറ്റി ആയി മാറുകയും ചെയ്യില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ബുദ്ധിയുള്ള ഒരാൾക്ക് ഈ ചൂഷണത്തിന് വിധേയനാവാതെ നിൽക്കാനുള്ള കഴിവുകൂടെ ഉണ്ടാവണം. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു മാനസികമായ തകർച്ച ഉണ്ടാവാം, ഡിപ്രഷൻ ഉണ്ടാവാം. അവിടെ എന്നെ സഹായിക്കാൻ ചുറ്റുമുള്ള മനുഷ്യർ പ്രാപ്തരല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരു ഘട്ടം ഉണ്ടാവില്ലേ? ഉദാഹരണത്തിന് എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ സുഹൃത്തുക്കളും എന്റെ സ്റ്റാഫും എന്റെ സഹപ്രവർത്തകരും ഒക്കെ ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ അവർക്കൊന്നും പറ്റില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലല്ലേ ഞാൻ ദൈവത്തെ ആശ്രയിക്കുന്നത്, അല്ലേ? അങ്ങനെ ഞാൻ ദൈവത്തെ ആശ്രയിക്കുമ്പോ എനിക്കിനി മുമ്പോട്ട് പോകാനുള്ള കരുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് അതിന് തെറ്റ്? എല്ലാവരും തെറ്റില്ല. അതാണ് ഞാൻ ഈശ്വര വിശ്വാസം എന്ന് ഞാൻ ഈ പറയുന്നത്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അത് വ്യക്തിയിൽ അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ സന്തോഷ് ജോർജ് കുളങ്ങര പ്രതിസന്ധി വന്നപ്പോൾ ദൈവത്തെ വിളിച്ചല്ല. ഞാൻ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുന്ന ആളാണ്. നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ മരങ്ങാട്ടുപള്ളിയിലുണ്ടെങ്കിൽ മരങ്ങാട്ടുപള്ളി പള്ളിയിൽ ഞായറാഴ്ചകളിൽ 4 മണിയുടെ സമയത്തുണ്ടാവും. അതെല്ലാം മരങ്ങാട്ടുപള്ളിക്കാർക്ക് അറിയുന്ന കാര്യം, എത്രയോ ആളുകൾ കാണുന്നതാണ്. അതുപോലെ തന്നെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളെ കുറിച്ചും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഒറ്റ അഭിപ്രായ വ്യത്യാസമേ ഉള്ളൂ, മണ്ടത്തരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ദൈവവിശ്വാസം ഇതാണ്, ദൈവം ഇതാണ്, ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് ഞാനെതിരാ. അത് മാത്രമല്ലല്ലോ, അതായത് ഈ ഒരു വിശ്വാസത്തിനൊപ്പം ആ വിശ്വാസത്തിനൊപ്പം ഒളിച്ചു കടത്തുന്ന മറ്റു പല വിശ്വാസങ്ങളും ഉണ്ടല്ലോ. ഉണ്ട്. അല്ല, വിശ്വാസം മാത്രമല്ല, പൊളിറ്റിക്സ് ഉണ്ട്, പലതരം അധാർമികതകളുണ്ട്, പലതരം പൊളിറ്റിക്സ് ആണ് പ്രധാനം. ഇതിൻ്റെയൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുക്കാൻ പഠിപ്പിക്കുമല്ലേ. വെറുക്കുക മാത്രമല്ല, നമ്മളുടെ ഒരു ശക്തി പ്രകടനമായി ഈ വിശ്വാസം മാറുമ്പോഴാണ് അത് ബാക്കിയുള്ളവർക്ക് അലോസരം ഉണ്ടാക്കുന്നത്. അത് തന്നെ നമ്മൾ ആദ്യം പോലെ പറയുന്നത്, മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ളതാവരുത് നമ്മുടെ വിശ്വാസം. മറ്റൊരു മനുഷ്യജീവിയെയും മൃഗങ്ങളെയും പ്രകൃതിയെയും പോലും ദ്രോഹിക്കുന്നതാവരുത് നമ്മുടെ ഒരു വിശ്വാസവും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഒത്തിരി ചർച്ച ചെയ്ത ഒരു സാധനം, അതായത് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം അത് ഭൂമിയിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ അവിടെയാണോ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇവിടെ തന്നെ ഇവിടെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു കൃത്യമായ രീതിയിൽ പാഠം പഠിപ്പിച്ചു കൊടുത്താൽ പിന്നെ അവിടെ പോയി പണിയില്ലല്ലോ. പിന്നെ അവിടെ പോയി അപ്പൊ നമ്മൾ ഈ മരണാനന്തര ജീവിതം എന്ന് പറയുന്നതിന് ഒരു ജാമ്യം എടുക്കല. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വിശ്വാസം ഇവിടെ ചെയ്യുന്നതിന് ഇവിടെ തന്നെ കിട്ടും എന്നുള്ളതാണ്. ഇവിടെ തന്നെ കിട്ടുന്നുണ്ടല്ലോ, കിട്ടണം. അതിനാണ് ഗവൺമെന്റുകൾ, ഇല്ലേ? ഇവിടെ ഒരാള് കിട്ടണം. ഗവൺമെന്റുകൾ അതാണ് ആധുനിക ജനസമൂഹം ചെയ്യുന്നത്, അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വികസിത നാടുകളിൽ മതമല്ലല്ലോ അവിടുത്തെ നിയമങ്ങൾ നടപ്പാക്കുന്നത്. ഒരുത്തൻ തെറ്റ് ചെയ്താൽ അവനെ ശിക്ഷിക്കുന്നത്, അവനെ പണിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ലത് ചെയ്താൽ റിവാർഡ് ചെയ്യുന്നത് ഒക്കെ ആധുനിക സമൂഹത്തിലെ വികസിത നാടുകൾ ചെയ്യുന്ന ഒരു കാര്യമല്ലേ, അല്ലേ? സ്റ്റേറ്റിനും തീരുമാനിക്കാമായിരുന്നല്ലോ, ഒരു കാര്യം നീ ടാക്സ് അടച്ചാൽ അതിന്റെ പ്രതിഫലം നിനക്ക് സ്വർഗത്തിൽ കിട്ടും എന്നല്ലല്ലോ സ്റ്റേറ്റ് പഠിപ്പിക്കുന്നത്. ഈ സ്റ്റേറ്റിന്റെ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കിയവരൊക്കെ വിശ്വാസികളാണെങ്കിൽ എന്തുകൊണ്ട് ആ ജോലിയൊക്കെ എന്തിനും മറ്റു പുറത്ത് മതിയല്ലോ. അതെ, പക്ഷേ ഈ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് സ്വപ്നങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, മലയാളിയെ പഠിപ്പിച്ച, യാത്രയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു, സ്വപ്നങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. ഇപ്പോൾ പുതിയ സ്വപ്നങ്ങൾ കാണുന്നു, ഒരു വേറൊരു കേരളത്തെ സ്വപ്നം കാണുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊക്കെ താങ്കൾക്ക് പറയേണ്ടി വരുന്നത് ആ സ്വപ്നത്തിന് ഇതൊക്കെ തടസ്സമാവുന്നതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു റീഡിങ്. അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാന കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇപ്പൊ ഞാൻ തുറന്നു പറയുമ്പോഴാണ് ഞാനിങ്ങനെ പള്ളിയിലൊക്കെ പോകുന്ന ആളാണ്, പ്രാർത്ഥിക്കുന്ന ആളാണ്, ഈശ്വര വിശ്വാസിയാണെന്നൊക്കെ അറിയുന്നത്, അല്ലേ? ഞാൻ അതുവരെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല അത്ര. എന്നാൽ ഇത് ആർക്കും അറിയാത്തതാണോ? എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം, എൻ്റെ ബന്ധുക്കൾക്കറിയാം, എൻ്റെ നാട്ടുകാർക്കറിയാം, ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും, എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം ഞാൻ ഈശ്വര വിശ്വാസിയായ ഒരു മനുഷ്യനാണ്. ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സ്വന്തം എന്റേതായ വീക്ഷണമുണ്ട്, എന്റേതായ കൃത്യമായ ധാരണകളുണ്ട്. വേദപാഠ ക്ലാസ്സിൽ പഠിപ്പിച്ചതെല്ലാം വിഴുങ്ങുന്ന ഒരാളല്ല ഞാൻ.
എനിക്ക് എൻ്റെതായ ഇത്രയും കാലത്തെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പത്തെക്കുറിച്ച് പോലും എനിക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ്. പക്ഷെ ആ വിശ്വാസം എനിക്കിഷ്ടമാണ്. അതെനിക്ക് ഒരു എൻ്റെ ഡിസിഷൻസ് എടുക്കുമ്പോൾ, യുക്തിബോധത്തോടെ പല കാര്യങ്ങളെയും തീരുമാനിക്കുമ്പോൾ, എനിക്ക് വലിയ ആത്മസംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്കൊരു താങ്ങാണ്, എനിക്കൊരു ശക്തിയാണെങ്കിൽ അത് ഞാൻ വേറെ ആരെയും ഉപദ്രവിക്കുന്നില്ല അതിനകത്ത്. അതുകൊണ്ട് വേറെ ആർക്കും ഒരു ദോഷം ഉണ്ടാകുന്നില്ലല്ലോ. ഞാൻ ഏതെങ്കിലും ഒരു സാമൂഹ്യ ദ്രോഹപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഞാൻ നടത്താൻ ആഗ്രഹിക്കാത്ത ആളാണ്. സമൂഹത്തെ ഇന്നത്തെ ഒരു മുമ്പോട്ട് വന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നയാളല്ല. പുതിയ തലമുറയും വരാനിരിക്കുന്ന തലമുറകളുടെയും ഒരു ലോകത്ത് മനുഷ്യരാശി മുന്നോട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നതെന്നും പുരോഗതിയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നതെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമുക്ക് പല പോരായ്മകളും കുഴപ്പങ്ങളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാം മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും ശാസ്ത്രം കൊണ്ടും ടെക്നോളജി കൊണ്ടും മനുഷ്യന്റെ അധ്വാനം കൊണ്ടും പരിഹരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചു എന്ന് പറയുന്നു. നശിപ്പിച്ച ആ പ്രകൃതിയെ നിങ്ങൾ ഒരു 100 വർഷം നിങ്ങൾ തൊടാതെ അങ്ങ് വെറുതെ ഇട്ടെ, അവൻ തിരിച്ചു പഴയപടിയാവില്ലേ? അത്രേ ഉള്ളു കാര്യം. ലോക ചരിത്രത്തിൽ 100 വർഷം വല്ല വലിയ കാര്യമല്ലോ ആണോ? അല്ല, അത്രയും കാലം നമ്മൾ ഉണ്ടാവുന്നുള്ളത് മാത്രമേ. അതാ പറഞ്ഞത്. അപ്പം നിങ്ങൾക്കൊന്നും നശിപ്പിക്കാനൊന്നും പറ്റില്ല ഇവിടെ. ഇപ്പം പ്ലാസ്റ്റിക്കിന്റെ മാലിന്യം പോലും ചിലപ്പോൾ 1000 കൊല്ലം കഴിയുമ്പോൾ അതൊക്കെ ലയിച്ചു പോയേക്കാം നമ്മൾ ഇനി ഇടാതിരുന്നാൽ. അപ്പൊ ഒരിക്കലും നശിക്കാത്തതായി ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. അപ്പൊ പഴയപട്ടിലേക്ക് പ്രപഞ്ചത്തെ പോലും തിരിച്ചു കൊണ്ടുവരാൻ മനുഷ്യനും ശാസ്ത്രത്തിനും ടെക്നോളജിക്കും പറ്റും, അല്ലെങ്കിൽ പ്രകൃതിക്ക് തന്നെ പറ്റും. പ്രകൃതി തന്നെ തിരിച്ചാക്കും, ഇല്ലേ? അല്ല, പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രകൃതിയെ രക്ഷിക്കാനല്ലോ, അതായത് നമുക്ക് ജീവിച്ചിരിക്കാൻ വേണ്ടി. അത് തന്നെയാണ് മനുഷ്യന്, മൃഗങ്ങൾക്ക്, ഈ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങൾക്കൊക്കെ എങ്ങനെയാണോ ഇന്നലെ വരെ ജീവിച്ചത് അതുപോലെ തുടർന്നും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. പക്ഷെ അവിടെയാണ് ശാസ്ത്രം കുറേയും കൂടെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞു. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും കൂടെ ചേർന്ന ഒരു സംവിധാനത്തിന് നമ്മൾ ഈ ഡിഫൈൻ ചെയ്തൊന്നും ആയിരിക്കില്ല അടുത്ത 100 കൊല്ലം കഴിയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ആവശ്യം വരിക എന്നുള്ളതാണ് അതിനകത്തെ മറ്റൊരു വസ്തുത, അല്ലേ? തീർച്ചയായിട്ടും. അത് ഇനി നമ്മൾ മുമ്പോട്ടുള്ള സാങ്കേതിക വിദ്യകൾ എന്തായിരിക്കുമെന്ന് നമുക്ക് നേരത്തേക്ക് ഏകദേശമൊക്കെ ഒരു രൂപം ഉണ്ടായിരുന്നെങ്കിലും ഇനി അങ്ങോട്ട് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വേഗത്തിലോട്ടാണ് ശാസ്ത്രം. അതെ. കാരണം കഴിഞ്ഞ 100 വർഷം 2000 ആണ്ട് വരെ ഉണ്ടായ ഒരു വളർച്ച, അതായത് 1900 മുതൽ 2000 ആണ്ട് വരെ ഉണ്ടായ ശാസ്ത്ര വളർച്ച അതിൻ്റെ എത്രയോ മടങ്ങ് മുന്നോട്ട് അതിവേഗം ഈ കഴിഞ്ഞ 25 വർഷം കൊണ്ട് പോയി കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ള ഈ 25 വർഷം കൊണ്ടുണ്ടായ മാറ്റം അടുത്ത 5 വർഷം കൊണ്ടുണ്ടാവും. ടെക്നോളജി ഏത് തരത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്, ഏതെല്ലാം മേഖലയിൽ ഒന്നാലോചിക്കുക. മെഡിക്കൽ സയൻസിൽ പോലും നോക്കൂ, മെഡിക്കൽ സയൻസിൽ പോലും നമ്മൾ ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിട്ട പലതിനെയും മറികടന്നു കഴിഞ്ഞു, അല്ലേ? അപ്പം എന്നാൽ ഇനിയും നമുക്ക് വെല്ലുവിളികൾ ഉണ്ട്. ഈ വെല്ലുവിളികൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഭൂമി എന്ന് പറയുന്ന ഈ ഗ്രഹം വിട്ട് മറ്റ് ഗ്രഹങ്ങളിൽ ചെന്ന് റിസോഴ്സസ് കണ്ടെത്തേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന മരുന്നുകളും നമുക്ക് തരുന്ന ഗുളികകളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ റിസോഴ്സസ് വെച്ചുണ്ടാക്കിയതാ, ഭൂമിയിലുള്ള മൂലകങ്ങൾ മാത്രം വെച്ചുണ്ടാക്കിയതാ, അല്ലെ ഭൂമിയിലുള്ള സാധ്യതകൾ വെച്ചുണ്ടാക്കിയതാ. മറ്റ് ഗ്രഹങ്ങളിൽ ഇപ്പൊ ഞാനൊരു ഒരു വെറുതെ ഒരു ചിന്തയാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ സൗരയൂഥത്തിലെയോ അതിന് പുറത്തുള്ള മറ്റൊരു ഗ്രഹത്തിലുള്ള ഒരു മൂലകം അതിൻ്റെ 1 ഗ്രാം നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയും ആ ക്യാൻസറിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് അത്ര സിമ്പിളായിട്ടായിരിക്കില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നമുക്കിവിടെ ഭൂമിയിലുള്ള പലതും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സങ്കല്പിക്കുന്നുള്ളൂ, നമ്മുടെ വീക്ഷണങ്ങളെല്ലാം പോകുന്നുള്ളൂ. അതാണ് ഈ ബഹിരാകാശ യാത്രകൾ, ബഹിരാകാശത്തിൽ അപ്പുറത്തേക്കുള്ള ചിന്തകളൊക്കെ മനുഷ്യന് വരുന്നത്. അവിടെ ഞാൻ ഈ പറഞ്ഞത് നമ്മളൊരു 100 കൊല്ലം മുമ്പത്തെയോ 150 കൊല്ലത്തെയോ നമ്മുടെ മരങ്ങാട്ടുള്ളി എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാമത്തിലെ ഒരു സാധാരണക്കാരൻ ചിന്തിച്ച ചിന്തയും കൊണ്ട് ഇന്നും തുടർന്നിരുന്നെങ്കിൽ നമ്മൾ എവിടെ എത്തുമായിരുന്നില്ല. അപ്പൊ ചില കാര്യങ്ങളിൽ മാത്രം നമ്മൾ ആ 100 കൊല്ലം മുമ്പത്തെ മരങ്ങാട്ടുള്ളിക്കാരന്റെ ചിന്തയും അതിൽ വാശി പിടിക്കുകയും അതിന് വിരുദ്ധമായി പറയുന്നവരെല്ലാം പ്രശ്നക്കാരനാണെന്ന് പ്രഖ്യാപിക്കുകയും അവനെല്ലാം നിഷേധിയായിട്ട് കാണുകയും, എന്നാൽ ഈ മാറ്റത്തിന്റെ ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും ഏറ്റവും ലേറ്റസ്റ്റ് ആയ വാട്സപ്പിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഗൂഗിളിന്റെയും ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും എല്ലാ സാധ്യതകളും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യണം. എന്നാ പക്ഷേ അതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്ക് മനസ്സിലായത്, ഇതൊക്കെ ഉപേക്ഷിച്ചാൽ വീട്ടിൽ ഭാര്യയോട് കുറച്ച് മാന്യമായിട്ട് പെരുമാറേണ്ടി വരും. കാരണം
അവര് കുറച്ചുകൂടെ തുല്യത കൊടുക്കേണ്ടി വരും. സമൂഹത്തിൽ താഴെ നിൽക്കുന്നവരോട് കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറേണ്ടി വരും. അല്ല, ഇതിനകത്തെ കാര്യം അതൊക്കെ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞല്ലോ. ഇനി അത് ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം എനിക്കോ താങ്കൾക്കോ ചിലപ്പം ഭാര്യയോട് പണ്ട് പെരുമാറുന്ന പോലെ തന്നെ തുടർന്ന് പെരുമാറാൻ പറ്റിയേക്കാം. നമ്മുടെ മക്കൾക്ക് അങ്ങനെ പെരുമാറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അവർക്കൊക്കെ പെണ്ണ് കിട്ടുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതാണ് പ്രശ്നം. അതന്നെയാണ് ഈ പറഞ്ഞത്. അപ്പൊ അവിടെ കല്യാണത്തിന് മുമ്പ് വ്യവസ്ഥകൾ ഉണ്ടാവും. ഇനി മനസ്സിലായില്ലേ? വ്യവസ്ഥകളുണ്ടാവും. നിന്റെ തുണി നീ തന്നെ അലക്കിക്കോണം, അങ്ങനെ ഉണ്ടെ ഞാൻ നിന്നെ കെട്ടാം എന്ന് പെൺകുട്ടി പറയുന്ന ഒരു കാലം വരും. കാലമായി, ഇപ്പൊ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ തുല്യത എന്നൊക്കെ പറയുന്ന സാധനത്തിന് വേണ്ടി ഇനി പഴയ നൂറ്റാണ്ടിലേക്കൊന്നും പോകണ്ട. അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇത് മാറിയത് അറിയാത്ത കുറച്ചാളുകളേ ഉള്ളൂ, കുറച്ചാളുകളുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ചില കാര്യങ്ങളിൽ നമ്മളെ തളച്ചിടേണ്ടത് ചില സംവിധാനങ്ങളുടെ ആവശ്യമാണ്.